2017-2020 വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് അയച്ചതനുസരിച്ച് ഡോക്ടറേറ്റ് ചെയ്യുവാൻ എനിക്ക് റോമിലായിരിക്കുവാനായിട്ട് സാധിച്ചു. 2018 വത്തിക്കാനിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സിനഡ് നടക്കുകയുണ്ടായി. ഒക്ടോബർ 3 മുതൽ 30 വരെയുള്ള സിനഡായിരുന്നു. 150ഓളം വരുന്ന വൈദികരുള്ള ഞങ്ങളുടെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് 3 വൈദികരെയാണ് ഞങ്ങളുടെ റെക്ടറച്ചനായ കാർലോദെൽ വാലോസ് തിരഞ്ഞെടുത്ത് അയച്ചത്. 2 അച്ഛന്മാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഏഷ്യയിൽ നിന്ന് എന്നെയുമാണ് അച്ഛൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് 30 ദിവസം ഈ സിനഡിൽ പങ്കെടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചു. 30 ദിവസവും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ അടുത്ത് കാണുവാനും 5 പ്രാവശ്യം പാപ്പയുമായി സംസാരിക്കുവാനായിട്ടും സാധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലാ ദിവസവും രാവിലെ സാന്ത മാർത്തയിൽ നിന്ന് പോളാറാമൻ പാപ്പയുടെ നാമധേയത്തിലുള്ള ഹോളിലേക്ക് പാപ്പ നടന്നു വരുന്നത് തനിച്ചാണ്. ബാഗും കയ്യിൽ പിടിച്ച് ഒരു കുടയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പാപ്പ തനിയെ കടന്നു വന്നിരുന്നത്. വരുന്ന സമയത്ത് ഗാർഡ്സും ഒക്കെ പുറകിൽ മാറി നിൽക്കുന്നുണ്ടാകും. പക്ഷെ പാപ്പ ഒറ്റയ്ക്ക് തന്നെയാണ് വരിക. വരുന്ന വഴിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന സ്വിസ് ഗാർഡ്സിനെയൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താണ് പാപ്പ വരിക. കാണുന്ന എല്ലാവരെയും പാപ്പ അഭിസംബോധന ചെയ്യും. അങ്ങനെ പാപ്പയെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പാപ്പയോട് സംസാരിക്കണമെന്നൊരാഗ്രഹം തോന്നി. 2ാമത്തെ ദിവസം പാപ്പയെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ മുട്ടിന്മേൽ നിന്നു. സാധാരണ പാപ്പയുടെ മുമ്പിൽ ആരും മുട്ടുകുത്തുന്നത് പാപ്പയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഒന്നും മിണ്ടാതെ പാപ്പ തലയിൽ കൈവച്ചുകൊണ്ട് നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കരസ്പർശനം പോലെ പാപ്പയുടെ കയ്യിൽ നിന്ന് ആ അനുഗ്രഹ നിമിഷമുണ്ടായത് ഇപ്പോഴും ദൈവത്തിൻ്റെ ഒരു കരുതലോടുള്ള സ്പർശനം പോലെയാണ് എനിക്ക് തോന്നിയത്. എപ്പോൾ സംസാരിച്ചാലും വളരെ പുഞ്ചിരിയോടുകൂടെയാണ് പാപ്പ സംസാരിച്ചു കൊണ്ടിരുന്നത്. മറ്റൊരു പ്രാവശ്യം കണ്ടപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൽ ഒപ്പിട്ടുകൊണ്ട് പാപ്പ എനിക്ക് തരികയുണ്ടായി. സ്നേഹത്തോടുകൂടെ സംസാരിക്കുന്ന പാപ്പ അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തീർച്ചയായും സ്വർഗത്തിലെത്തിയിട്ടുണ്ടാകും. ഞാനും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വിശുദ്ധനായി ഫ്രാൻസിസ് പാപ്പ മാറട്ടെ എന്നാണ്.